വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മിന്ന് നോക്കാൻ പോകുന്നത് പി എസ് സി ഈ അടുത്ത് ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. അതുമായി ബന്ധപ്പെട്ട പോയിൻറ്റ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ലാബ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഡിഗ്രി എക്സാമുകളൊക്കെ വരുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ചോദ്യ പേപ്പേഴ്സൊക്കെ പഠിച്ചിരിക്കണം. ഈ അടുത്ത് നടന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചോദ്യ പേപ്പറാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഈ ചാനലിൽ CRT ക്ലാസ്സുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സും മോഡൽ പേപ്പേഴ്സൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ക്ലാസ്സുകൾ കാണാം. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ ഗവൺമെൻറ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സ്ഥാപിച്ച വർഷം ഏതാണ്? ഇന്ത്യ ഗവൺമെൻറ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സ്ഥാപിച്ച വർഷം ഏതാണ്? എന്നാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സ്ഥാപിച്ചത്? എന്നാണ്? 1964 ഇന്ത്യ ഗവൺമെൻറ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സ്ഥാപിച്ചത്. 1964. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഏത് സമ്മേളനമാണ് സാധാരണയായി ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ നടക്കുന്നത്? ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഏത് സമ്മേളനമാണ് സാധാരണയായി ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ നടക്കുന്നത്? നമുക്കറിയാം ബജറ്റുമായി ബന്ധപ്പെട്ട സമ്മേളനങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഏത് സമ്മേളനമാണ് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ നടക്കുന്ന സമ്മേളനം ഏതാണ്? സമ്മേളനം ഏതാണ്? മൺസൂൺ സമ്മേളനമാണ്. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ നടക്കുന്ന സമ്മേളനത്തെ എന്താണ് പറയുന്നത്? മൺസൂൺ സമ്മേളനം. നെക്സ്റ്റ്, ഫൗണ്ടിങ് മദേഴ്സ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക് ജെൻഡർ പൊളിറ്റിക്സ് ഓഫ് ദി ഫ്രെയിമിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പ്രശസ്ത പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഫൗണ്ടിംഗ് മദേഴ്സ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക് ജെൻഡർ പൊളിറ്റിക്സ് ഓഫ് ദി ഫ്രെയിമിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പ്രശസ്ത പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? അച്യുത് ഛേദൻ. ഏതാണ് ബുക്ക്? അച്യുത് ഛേദൻ്റെ ഏതാണ്? ഫൗണ്ടിംഗ് മദേഴ്സ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക് ജെൻഡർ പൊളിറ്റിക്സ് ഓഫ് ദി ഫ്രെയിമിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പ്രശസ്ത പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? അച്യുത് ഛേദൻ. നെക്സ്റ്റ്, പ്രധാനമന്ത്രിയുടെ ഓഫീസ് സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. പ്രധാനമന്ത്രിയുടെ ഓഫീസുമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നോക്കാം. നമുക്ക് ചോദിച്ചിരിക്കുന്നത് ശരിയായ പ്രസ്താവനകൾ ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. നോക്കാം. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഒരു ലൈൻ ഏജൻസിയാണ് എന്ന് പറയുന്നുണ്ടല്ലോ. തെറ്റാണല്ലോ. പ്രധാനമന്ത്രിയുടെ ഒരു ഓഫീസ് എന്ന് പറയുന്നത് ഒരു ലൈൻ ഏജൻസി ആണോ? അല്ല അല്ലേ. അപ്പോൾ അത് തെറ്റാണ്. നെക്സ്റ്റ്, 1947 PMO നിലവിൽ വന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിലവിൽ വന്നത് എന്നാണ്? 1947. ശരിയാണ്. നമ്മൾ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം നമുക്ക് PSC തന്ന ആൻസർ കീ പ്രകാരമാണ് കേട്ടോ ക്ലാസ് എടുക്കുന്നത്. നെക്സ്റ്റ്, 1977 ജൂൺ വരെ ഇത് പ്രധാനമന്ത്രിയുടെ സെക്രട്ടേറിയറ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതായത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രധാനമന്ത്രി സെക്രട്ടേറിയറ്റ് എന്നാണ് 1977 ജൂൺ വരെ അറിയപ്പെട്ടിരുന്നത്. ശരിയാണ്. ഗവൺമെൻറ് തലവൻ എന്ന നിലയിൽ പ്രധാനമന്ത്രിയുടെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്തങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സഹായിക്കുന്നു. എന്താ പറയുന്നത്? ഗവൺമെൻറ് തലവൻ എന്ന നിലയിൽ പ്രധാനമന്ത്രിയുടെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്തങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സഹായിക്കുന്നുണ്ട്. അതും ശരിയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരി? 2, 3, 4 ശരി വരുന്നത് അല്ലേ. 1947 PMO നിലവിൽ വന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിലവിൽ വന്നത്. 1977 ജൂൺ വരെ ഇത് പ്രധാനമന്ത്രിയുടെ സെക്രട്ടേറിയറ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഗവൺമെൻറ് തലവൻ എന്ന നിലയിൽ പ്രധാനമന്ത്രിയുടെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്തങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഗവേണൻസിൻ്റെ പശ്ചാത്തലത്തിൽ താഴെ പറയുന്ന സ്വാഭാവിക നീതിയുടെ ഏതൊക്കെ തത്വങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത്? ഈ ഗവേണൻസിൻ്റെ പശ്ചാത്തലത്തിൽ താഴെ പറയുന്ന സ്വാഭാവിക നീതിയുടെ ഏതൊക്കെ തത്വങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത്? ഓപ്ഷൻ ബി ആണ്. 2, 3 ആൻസർ വരുന്നത്. നമുക്ക് ഏതൊക്കെയാണ് തത്വങ്ങൾ നോക്കിയാലോ. സ്വാഭാവിക നീതിയുടെ തത്വങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഈ ഗവേണൻസിൻ്റെ പശ്ചാത്തലത്തിലുള്ള സ്വാഭാവിക നീതിയുടെ ഏതൊക്കെ തത്വങ്ങളാണ് നമുക്ക് പറയുന്നത് നോക്കാം. 1, സർക്കാർ പ്രക്രിയകളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ശക്തിപ്പെടുത്തൽ. നെക്സ്റ്റ്, തുല്യമായ ഭരണം ഉറപ്പാക്കുന്നതിന് പ്രതികരണ ശേഷിയും പങ്കാളിത്തവും വർദ്ധിപ്പിക്കൽ. എന്നിവ എന്താണ്? ഏതൊക്കെ സ്വാഭാവിക നീതിയുടെ
തത്വങ്ങൾക്ക് ഊന്നൽ നൽകുന്നതാണ്. ഏതൊക്കെയാണ്? സർക്കാർ പ്രക്രിയകളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ശക്തിപ്പെടുത്തൽ, തുല്യമായ ഭരണം ഉറപ്പാക്കുന്നതിന് പ്രതികരണശേഷിയും പങ്കാളിത്തവും വർദ്ധിപ്പിക്കൽ. ഓപ്ഷൻ 2, 3 ശരിയായ ആൻസർ കേട്ടോ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഏതാണ് വിവിധ അപകട സാധ്യതകളിലേക്കും അപകടങ്ങളിലേക്കും മനുഷ്യ ജനസംഖ്യയുടെ മൊത്തത്തിലുള്ള ദുർബലത വർദ്ധിപ്പിക്കാൻ ഏറ്റവും സാധ്യതയുള്ള സാമൂഹിക ജനസംഖ്യാ പ്രവണതകൾ? എന്നാണ് താഴെ പറയുന്നതിൽ ഏതാണ് വിവിധ അപകട സാധ്യതകളിലേക്കും അപകടങ്ങളിലേക്കും മനുഷ്യ ജനസംഖ്യയുടെ മൊത്തത്തിലുള്ള ദുർബലത വർദ്ധിപ്പിക്കുവാൻ ഏറ്റവും സാധ്യതയുള്ള സാമൂഹിക ജനസംഖ്യാ പ്രവണതകൾ? ഏതൊക്കെയാണ് വരുന്നത്? ദ്രുത നഗരവൽക്കരണവും ജനസംഖ്യാ വളർച്ചയുമാണ് എന്ത് വരുന്നത്? അപകട സാധ്യതയിലെ മനുഷ്യ ജനസംഖ്യയുടെ മൊത്തത്തിലുള്ള ദുർബലത വർദ്ധിപ്പിക്കുവാനുള്ള ജനസംഖ്യാ പ്രവണതകളാണ്. എന്തൊക്കെയാണ്? ദ്രുത നഗരവൽക്കരണവും ജനസംഖ്യാ വളർച്ചയും. അപ്പോൾ ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത് 1, 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിയമപരമായ അവകാശം എന്ന നിലയിൽ സർക്കാർ നൽകുന്ന തൊഴിൽ എന്ന ആശയത്തിന് പ്രാരംഭ പ്രേരണ നൽകുന്നതായി ഏതു നിയമത്തിൻ്റെ രൂപീകരണം പരാമർശിച്ചിരിക്കുന്നു? എന്താണ് ചോദിച്ചിരിക്കുന്നത്? നിയമപരമായ അവകാശം എന്ന നിലയിൽ സർക്കാർ നൽകുന്ന തൊഴിൽ എന്ന ആശയത്തിന് പ്രാരംഭ പ്രേരണ നൽകുന്നതായി ഏത് നിയമത്തിൻ്റെ രൂപീകരണമാണ് പരാമർശിച്ചിരിക്കുന്നത്? ഏതാണ് വരുന്നത്? മഹാരാഷ്ട്ര തൊഴിലുറപ്പ് നിയമം കേട്ടോ. ഓപ്ഷൻ വരുന്നത് 29ൻ്റെ ഓപ്ഷൻ വരുന്നത് ഡി ആണ്. ഓൺലി 3 അതായത് മഹാരാഷ്ട്ര തൊഴിലുറപ്പ് നിയമവുമായി ബന്ധപ്പെട്ടിട്ടാണ് നിയമപരമായ അവകാശം എന്ന നിലയിൽ സർക്കാർ നൽകുന്ന തൊഴിൽ എന്ന ആശയത്തിന് പ്രാരംഭ പ്രേരണ നൽകുന്നതായി ഏത് നിയമത്തിൻ്റെ രൂപീകരണമാണ്? മഹാരാഷ്ട്ര തൊഴിലുറപ്പ് നിയമത്തിൻ്റെ രൂപീകരണമാണ് പരാമർശിച്ചിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 142ൻ്റെ പ്രാഥമിക ലക്ഷ്യം താഴെ പറയുന്നതിൽ ഏതാണ്? ആർട്ടിക്കിൾ 142മായി ബന്ധപ്പെട്ടത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങൾ അപര്യാപ്തമാകുമ്പോൾ പോലും സമ്പൂർണ്ണ നീതി ഉറപ്പാക്കാൻ സുപ്രീം കോടതിയെ അധികാരപ്പെടുത്തുക എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 142ൻ്റെ പ്രാഥമിക ലക്ഷ്യം. അപ്പോൾ ഏതാണ് പ്രാഥമിക ലക്ഷ്യം? 142 ആർട്ടിക്കിൾ 142ൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങൾ അപര്യാപ്തമാകുമ്പോൾ പോലും സമ്പൂർണ്ണ നീതി ഉറപ്പാക്കാൻ സുപ്രീം കോടതിയെ അധികാരപ്പെടുത്തുക എന്നതാണ് വരുന്നത്. ഓപ്ഷൻ സി ആണ്. ഓൺലി 2. ഓക്കെ. നെക്സ്റ്റ്, റിവേഴ്സ് മോർട്ടഗേജ് സ്കീമിന് കീഴിൽ മുതിർന്ന പൗരന്മാരായ വീട്ടുടമസ്ഥർ ധനകാര്യ സ്ഥാപനങ്ങളിൽ എന്താണ് പണയം വയ്ക്കുന്നത്? റിവേഴ്സ് മോർട്ടഗേജ് സ്കീമിന് കീഴിൽ മുതിർന്ന പൗരന്മാരായ വീട്ടുടമസ്ഥർ ധനകാര്യ സ്ഥാപനങ്ങളിൽ എന്താണ് പണയം വയ്ക്കുന്നത്? എന്താണ് പണയം വയ്ക്കുക? അവരുടെ സ്വത്താണ് പണയം വയ്ക്കുന്നത്. ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓൺലി 3. റിവേഴ്സ് മോർട്ടഗേജ് സ്കീമിന് കീഴിൽ മുതിർന്ന പൗരന്മാരായ വീട്ടുടമസ്ഥർ ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വയ്ക്കുന്നതെന്നാണ്? അവരുടെ സ്വത്താണ്. നെക്സ്റ്റ്, താഴെ പറയുന്നതിൽ ഏതാണ് ഗ്രീൻ ഹൗസ് പ്രഭാവത്തിന് കാരണമാകുന്ന പ്രധാന വാതകം? എപ്പോഴും ചോദിക്കുന്നതാണല്ലേ. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സ് ചെയ്തപ്പോൾ കുറേ കണ്ട ക്വസ്റ്റ്യൻ ആണ്. ഗ്രീൻ ഹൗസ് പ്രഭാവത്തിന് കാരണമാകുന്ന പ്രധാന വാതകം ഏതാണ്? ഏതൊക്കെ വാതകങ്ങളാണ് ഗ്രീൻ ഹൗസിനെ കൂടുതലായിട്ട് ഗ്രീൻ ഹൗസ് പ്രഭാവത്തിന് കാരണമാകുന്നത്? ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലേ. ഓൺലി 3 ഓപ്ഷൻ വരുന്നത്. ഓപ്ഷൻ സി ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കൂടുതലായിട്ട് ഗ്രീൻ ഹൗസ് പ്രഭാവത്തിന് കാരണമാകുന്ന പ്രധാന വാതകം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശ്വസനം, ഹൃദയമിടിപ്പ് തുടങ്ങിയ അടിസ്ഥാന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? ശ്വസനം, ഹൃദയമിടിപ്പ് തുടങ്ങിയ അടിസ്ഥാന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? മെഡുല ഒബ്ലോങ്ങേറ്റ ആണല്ലേ. മെഡുല ഒബ്ലോങ്ങേറ്റ ആണ്. ശ്വസനം, ഹൃദയമിടിപ്പ് തുടങ്ങിയ അടിസ്ഥാന പ്രവർത്തനങ്ങൾ അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് മെഡുല ഒബ്ലോങ്ങേറ്റ. നെക്സ്റ്റ്, ത്വക്ക്, അസ്ഥികൾ, ബന്ധിത കലകൾ എന്നിവയ്ക്ക് പ്രധാനമായ ഒരു പ്രോട്ടീനായ കൊളാജൻ്റെ സമന്വയത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? ത്വക്ക്, അസ്ഥികൾ, ബന്ധിത കലകൾ എന്നിവയ്ക്ക് പ്രധാനമായ ഒരു പ്രോട്ടീനാണ് കൊളാജൻ. അതിൻ്റെ സമന്വയത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വൈറ്റമിൻ സി ആണ് വരുന്നത്. വൈറ്റമിൻ സി. നെക്സ്റ്റ്, താഴെ പറയുന്നത് ഏതാണ് വൈറസ് മൂലമുണ്ടാകാത്ത രോഗങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. തന്നിരിക്കുന്നത് ഏതാണ്? വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം അല്ലേ. ഏതൊക്കെയാണ് വരുന്നത്?
ഇൻഫ്ലുവൻസ വൈറസ് ആണ്. അതുപോലെ തന്നെ മീസിൽസ്, ഡെങ്കിപ്പനി എന്നിവയൊക്കെ എന്താണ് വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്. ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത് വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണല്ലോ അല്ലേ? അപ്പോൾ അതാണ് തെറ്റായിട്ട് വരുന്നത്. ഓൺലി 2 വൈറസ് മൂലമുണ്ടാകാത്ത രോഗം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ നോക്കാം. ഇൻഫ്ലുവൻസ, മീസിൽസ്, ഡെങ്കിപ്പനി. നെക്സ്റ്റ്, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് COPDയുടെ പ്രാഥമിക കാരണം എന്താണ്? ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസയുടെ പ്രഥമ കാരണം എന്താണ്? COPDയുടെ പ്രാഥമിക കാരണം എന്താണ്? പുകവലി. കേരളത്തിലെ അമ്മമാരിൽ കാണപ്പെടുന്ന പ്രസവാനന്തര വിഷാദം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള സംരംഭം ഏതാ? കേരളത്തിലെ അമ്മമാരിൽ കാണപ്പെടുന്ന പ്രസവാനന്തര വിഷാദ ഡിപ്രഷൻ പരിഹരിക്കുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സംരംഭം ഏതാണ്? അമ്മ മനസ്സ്. നെക്സ്റ്റ്, ഒരു ചരടിൻ്റെ അറ്റങ്ങളിലൊന്ന് ആന്തോളനം ചെയ്തുകൊണ്ട് ഒരു സഞ്ചരിക്കുന്ന തരംഗത്തെ അതിലൂടെ അയക്കുന്നു. ആന്തോളനത്തിൻ്റെ ആവൃത്തി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ എന്താണ് വേഗതയ്ക്കും തരംഗ ദൈർഘ്യത്തിനും വ്യത്യാസമുണ്ടാകുക എന്നാണ് ക്വസ്റ്റ്യൻ. എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ചരടിൻ്റെ അറ്റങ്ങളിലൊന്ന് ആന്തോളനം ചെയ്തുകൊണ്ട് ഒരു സഞ്ചരിക്കുന്ന തരംഗത്തിലൂടെ അയക്കുകയാണ് എങ്കിൽ ആന്തോളനത്തിൻ്റെ ആവൃത്തി വർദ്ധിപ്പിക്കുകയാണ് അല്ലേ? ആവൃത്തിയാണ് വർദ്ധിപ്പിക്കുന്നത്. ആവൃത്തി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ആവൃത്തി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ തരംഗത്തിൻ്റെ വേഗത മാറ്റമില്ലാതെ തുടരുകയും തരംഗ ദൈർഘ്യം കുറയുകയും ചെയ്യുന്നു. അതായത് ആവൃത്തി കൂടാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? തരംഗ ദൈർഘ്യം കുറയും, വേഗതയ്ക്കൊരു മാറ്റവും സംഭവിക്കുന്നില്ല. നെക്സ്റ്റ്, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നുള്ള ഒരു വസ്തുവിൻ്റെ പലായന പ്രവേഗമാണ് VE എങ്കിൽ ഭൂമിയുടെ 4 ഇരട്ടി പിണ്ഡമുള്ളതും അതേ ആരം ഉള്ളതുമായ ഒരു ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നുള്ള ആ വസ്തുവിൻ്റെ പലായന പ്രവേഗം എത്രയാണ്? അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നുള്ള ഒരു വസ്തുവിൻ്റെ പലായന പ്രവേഗം നമുക്ക് VE ആണ് തന്നിട്ടുണ്ട് എങ്കിൽ ഭൂമിയുടെ 4 ഇരട്ടി പിണ്ഡം അല്ലേ? 4 ഇരട്ടി പിണ്ഡമുള്ളതും അതുപോലെ തന്നെ അതേ ആരമാണ്. ആരം സെയിം ആണ്, എന്നാൽ 4 ഇരട്ടി പിണ്ഡമുണ്ടെങ്കിൽ ആ ഒരു ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നുള്ള ആ വസ്തുവിൻ്റെ പലായന പ്രവേഗം എത്രയായിരിക്കും? 2VE ആയിരിക്കും. 2VE 4 ഇരട്ടി പിണ്ഡമാണെന്നുണ്ടെങ്കിൽ എത്രയായി വരുന്നത്? 2VE ആയിരിക്കും. അതിലെന്ത് സംഭവിക്കുന്നില്ല? ആരം എന്ന് പറയുന്നത് സെയിം തന്നെയാണ് അല്ലേ? നെക്സ്റ്റ്, താഴെ പറയുന്നതിൽ ഏതാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിൻ്റെ സവിശേഷതയല്ലാത്തത്? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിൻ്റെ സവിശേഷതയല്ലാത്തത് ഏതാണ്? നോക്കാം. സവിശേഷതകൾ നോക്കിയാൽ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിൻ്റെ സവിശേഷതകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ലോഹപ്രതലത്തിൽ പ്രകാശം എത്തുന്നതും ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഉത്സർജനം സംഭവിക്കുന്നതും തമ്മിൽ സമയ ഇടവേളയില്ല എന്നാണ് പറയുന്നത്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവവുമായി ബന്ധപ്പെട്ട് എന്താണ്? ലോഹപ്രതലത്തിൽ പ്രകാശം എത്തുന്നതും ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഉത്സർജനം സംഭവിക്കുന്നതും തമ്മിലുള്ള സമയം ഇടവേളയില്ല. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ ഗതികോർജ്ജം പതന വികിരണത്തിന് തീവ്രതയ്ക്ക് ആനുപാതികമാണെന്നാണല്ലേ പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. ഓപ്ഷൻ ബി തെറ്റാണ്. നമുക്ക് തന്നിരിക്കുന്നതിൽ സവിശേഷതയില്ല, അത് ഓപ്ഷൻ ബി ആണ്. നമുക്ക് സവിശേഷതകൾ മാത്രം പഠിച്ചു പോകാം. ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം പതന വികിരണത്തിൻ്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ് എന്നാണ് പറയുന്നത്. ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്തിനാണ് ആനുപാതികം? പതന വികിരണത്തിൻ്റെ തീവ്രതയ്ക്കാണ് ആനുപാതികം. അതായത് നമുക്ക് നേരത്തെ തന്നത് എന്താണ്? ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ ഗതികോർജ്ജമാണ് പതന വികിരണത്തിൻ്റെ തീവ്രതയ്ക്ക് ആനുപാതികം എന്ന് തന്നു അല്ലേ? നമുക്ക് തെറ്റാണ്. ശരിക്കും എന്നാണ്? പതന വികിരണത്തിൻ്റെ തീവ്രതയ്ക്ക് ആനുപാതികം ഏതാണ്? ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. ഓരോ പ്രകാശ സംവേദന പദാർത്ഥത്തിനും ത്രെഷോൾഡ് ആവൃത്തി എന്നറിയപ്പെടുന്ന പതന വികിരണത്തിൻ്റെ ഒരു മിനിമം വിച്ഛേദന ആവൃത്തിയുണ്ട്. അതും ശരിയാണ്. ഓരോ പ്രകാശ സംവേദന പദാർത്ഥത്തിനും ത്രെഷോൾഡ് ആവൃത്തി എന്നറിയപ്പെടുന്ന പതന വികിരണത്തിൻ്റെ ഒരു മിനിമം വിച്ഛേദന ആവൃത്തിയുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2025 ജനുവരി 29 GSLV F-15 ലോഞ്ചിങ് വെഹിക്കിൾ ഉപയോഗിച്ച് ISRO അതിൻ്റെ 100ാമത്തെ ദൗത്യത്തിൽ വിക്ഷേപിച്ച ഉപഗ്രഹത്തിൻ്റെ പേരെന്താണ്? എന്താണ് പറഞ്ഞിരിക്കുന്നത്? 2025 ജനുവരി 29 ഒരു വിഗ്രഹം വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെഹിക്കിൾ ഏതാണെന്ന് പറഞ്ഞു? GSLV F-15 ആണെന്ന് പറഞ്ഞു. എങ്കിൽ ആ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? NVS-02 ആണ് കേട്ടോ. NVS-02 ആണ്. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, കുറേ ചോദിച്ച് കണ്ടിട്ടുണ്ട്.
ഇപ്പോഴത്തെ 2025 ചോദിച്ച PSC ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ അറിയാം, ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, 2025 ജനുവരി 29 എന്ത് വിക്ഷേപിച്ചു, NVS 02 എന്ന് പറയുന്നത് 100ാമത്തെ ദൗത്യമായിരുന്നു അല്ലേ, 100ാമത്തെ ദൗത്യമായിരുന്നു. ആ ദൗത്യത്തിൽ വിക്ഷേപിച്ച ഉപഗ്രഹം ചോദിക്കുകയാണെങ്കിൽ NVS 02 ആണ്. അതിൻ്റെ ലോഞ്ചിങ് വെഹിക്കിൾ ചോദിക്കുകയാണെങ്കിൽ എന്താണ്, GSLV F-15 ആണ്. എന്നാണ് വർഷം ഇതാണ് 2025 ജനുവരി 29 വിക്ഷേപിച്ചത് അല്ലേ, NVS 02. നെക്സ്റ്റ്, ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രതിപ്രവർത്തനം വഴി സൂര്യനിലും നക്ഷത്രങ്ങളിലും രൂപപ്പെടുന്ന ഭീമമായ ഊർജത്തിൻ്റെ അളവ്. സൂര്യനിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രതിപ്രവർത്തനം വഴി രൂപപ്പെടുന്ന വാതകം ഏതാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രവർത്തനമാണ് സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളിലും നടക്കുന്നത് നമുക്കറിയാം അല്ലേ. അപ്പോൾ അതുവഴി ഊർജത്തിൻ്റെ അളവ്, ഭീമമായ ഊർജത്തിൻ്റെ അളവ് സൂര്യനിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രതിപ്രവർത്തനം വഴി രൂപപ്പെടുന്ന വാതകം ഏതാണ്? ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വാതകം? ഹീലിയമാണ്. ഹീലിയമാണ്. നെക്സ്റ്റ്, ബേക്കിംഗ് സോഡയുടെയും വാഷിംഗ് സോഡയുടെയും രാസനാമം യഥാക്രമം എന്താണ്? അതായത് ബേക്കിംഗ് സോഡയുടെയും വാഷിംഗ് സോഡയുടെയും രാസനാമം അറിയണം. എന്താണ് ബേക്കിംഗ് സോഡയുടെ രാസനാമം ഏതാണ്? ബേക്കിംഗ് സോഡയുടെ സോഡിയം ബൈകാർബണേറ്റ് ആണ് അല്ലേ, സോഡിയം ബൈകാർബണേറ്റ് ആണ് ബേക്കിംഗ് സോഡയുടേത്. വാഷിംഗ് സോഡയുടെ എന്താണ്? സോഡിയം കാർബണേറ്റ് ആണ്. സോഡിയം ബൈകാർബണേറ്റ് ആണ് ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്. വാഷിംഗ് സോഡ വെറും സോഡിയം കാർബണേറ്റ് ആണ്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഇരുമ്പിൻ്റെ ധാതു അല്ലാത്ത സംയുക്തം ഏതാണ്? ഇരുമ്പിൻ്റെ ധാതു അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഹാമറ്റേറ്റ്, മാഗ്നറ്റേറ്റ്, സിഡറേറ്റ് എന്നിവയൊക്കെ എന്താണ് ഇരുമ്പിൻ്റെ ധാതുക്കളാണ് അല്ലേ. മലച്ചേറ്റ് എന്നാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഹാമറ്റേറ്റ്, മാഗ്നറ്റേറ്റ്, സിഡറേറ്റ് എന്നിവ എന്താണ്? ഇരുമ്പിൻ്റെ ധാതുക്കളാണെന്ന് പഠിച്ചു വയ്ക്കുക. ഹാമറ്റേറ്റ്, മാഗ്നറ്റേറ്റ്, സിഡറേറ്റ് എന്നിവ എന്താണ്? ഇരുമ്പിൻ്റെ ധാതുക്കളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹത്തിൻ്റെയും അലോഹത്തിൻ്റെയും ശരിയായ സെറ്റ് താഴെ പറയുന്നതിൽ ഏതാണ്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? ഏതാണ്? കാൽസ്യമാണ് അല്ലേ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം എന്ന് ചോദിക്കുകയാണെങ്കിൽ കാൽസ്യവും, അലോഹം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്സിജനുമാണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? കാൽസ്യമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള അലോഹം ഏതാണ്? ഓക്സിജനാണ്. നെക്സ്റ്റ്, കറന്റ് അഫെയർ ആണ്. ഇന്ത്യ നേടിയ ഒളിമ്പിക്സ് മെഡലുകളെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? കായികവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ഭാഗങ്ങളിലെ കലാ, കായികം, സാഹിത്യം ആ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒളിമ്പിക്സ് മെഡലുമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഒളിമ്പിക്സ് മെഡലുമായി തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ് നമുക്ക് നോക്കാം. ഇന്ത്യ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഒളിമ്പിക്സ് കായിക ഇനമാണ് ഫീൽഡ് ഹോക്കി. ഇന്ത്യ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഒളിമ്പിക്സ് കായിക ഇനം ഏതാണ്? ഫീൽഡ് ഹോക്കിയാണ്. ശരിയാണ്. 1928 ഇന്ത്യ ആദ്യത്തെ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ നേടി. ആദ്യത്തെ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ നേടുന്നത് 1928 അതും ശരിയാണ്. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ വ്യക്തി അഭിനവ് ബിന്ദ്രയാണെന്ന് തന്നിട്ടുണ്ട്. 2012 നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ 3 തെറ്റാണ്. നെക്സ്റ്റ്, 2000 CD ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയായിരുന്നു കർണം മല്ലേശ്വരി. 2000 സിഡ്നി ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് കർണം മല്ലേശ്വരിയാണ്. അതും ശരിയാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ B ആണ് വരുന്നത്. 1, 2, 4 ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. ശരിയായ ആൻസർ പഠിച്ചു പോകാം. ഇന്ത്യ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഒളിമ്പിക്സ് കായിക ഇനം ഫീൽഡ് ഹോക്കിയാണ്. 1928 ആദ്യത്തെ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ നേടുന്നത്. 2000 സിഡ്നി ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? കർണം മല്ലേശ്വരിയാണ്. നെക്സ്റ്റ്, താഴെ പറയുന്ന എഴുത്തുകാരെ അവരുടെ തൂലികാനാമവുമായിട്ട് ഒത്തുനോക്കുക. തൂലികാനാമങ്ങളെ ചോദിച്ചിരിക്കുന്നത്. ജോർജ് വർഗീസിന് എന്താണ് അറിയപ്പെടുന്നത്? ജോർജ് വർഗീസിനെ അറിയപ്പെടുന്നത് എന്താണ്? കാക്കനാടൻ അല്ലേ. കാക്കനാടൻ ജോർജ് വർഗീസ് എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, MP ഭട്ടതിരിപ്പാടിന് എന്താണ് പറയുന്നത്? പ്രേംജി എന്നാൽ MP ഭട്ടതിരിപ്പാടിന് അറിയപ്പെടുന്നതാണ് പ്രേംജി എന്നാണ്. PC കുട്ടിക്കൃഷ്ണൻ നമുക്കറിയാലോ ഉറൂബാണ് അല്ലേ. PC കുട്ടിക്കൃഷ്ണൻ ആരാണ്? ഉറൂബ് എന്നറിയപ്പെടുന്നു. MK മേനോൻ എന്നാണ് വിലാസിനി എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ജോർജ് വർഗീസ് കാക്കനാടൻ എന്നറിയപ്പെടുന്നു. MP ഭട്ടതിരിപ്പാട് പ്രേംജി എന്നറിയപ്പെടുന്നു. PC കുട്ടിക്കൃഷ്ണൻ ഉറൂബ് എന്നറിയപ്പെടുന്നു. MK
കെ മേനോൻ വിലാസിനി എന്ന് അറിയപ്പെടുന്നു. നെക്സ്റ്റ്, കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. 1920 കേരള കലാമണ്ഡലം രൂപീകൃതമായി. കേരള കലാമണ്ഡലം രൂപീകൃതമായ ഡേറ്റ് എന്നാണ്? 1930 അല്ലേ? 1930 കേരള കലാമണ്ഡലം രൂപീകൃതമായത്. അപ്പോൾ ഫസ്റ്റ് തന്നെ തന്നിരിക്കുന്നത് തെറ്റാണ്. അതുപോലെ തന്നെ എവിടെയാണ് കേരള കലാമണ്ഡലം രൂപീകൃതമായത്? എവിടെയാണ് ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ തൃശ്ശൂരിലെ ഏതാണ്? ചെറുതുരുത്തിയിലാണല്ലേ ചോദിക്കാറുണ്ടല്ലേ? തൃശ്ശൂരിലെ ചെറുതുരുത്തിയിലാണ്. സ്ഥാപിക്കുന്ന ആരാണ്? വെള്ളത്തോൾ നാരായണ മേനോനാണല്ലേ? വെള്ളത്തോൾ നാരായണ മേനോനാണ് ഭാരതപ്പുഴയുടെ തീരത്ത് എന്ത് സ്ഥാപിക്കുന്നത്? കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് അല്ലേ? കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. ഓക്കെ, അപ്പോൾ 1930 എന്ത് കേരള കലാമണ്ഡലം രൂപീകൃതമായത്. വെള്ളത്തോൾ നാരായണ മേനോനാണ് സ്ഥാപകൻ. അതുപോലെ തന്നെ തൃശ്ശൂരിലുള്ള ചെറുതുരുത്തിയിലാണ് ഇതിൻ്റെ ആസ്ഥാനം. നെക്സ്റ്റ്, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യ ഡയറക്ടർ NV കൃഷ്ണവാര്യർ ആയിരുന്നു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യ ഡയറക്ടർ ആരാണ്? NV കൃഷ്ണവാര്യറാണ്. 1956 ഒക്ടോബർ 15 കേരള സാഹിത്യ അക്കാദമി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ കേരള സാഹിത്യ അക്കാദമി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്ത് 1956 ഒക്ടോബർ 15 അതും ശരിയാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 1965 ഒക്ടോബർ 10 സ്ഥാപിതമായി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 1962 സ്ഥാപിതമായത്. 1962 കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സ്ഥാപിതമായത്. അപ്പം നമുക്ക് തന്നിരിക്കുന്നതിൽ തെറ്റ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉം നമുക്ക് തെറ്റ് അല്ലേ? 1930 കേരള കലാമണ്ഡലം രൂപീകൃതമായത്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യത്തെ ഡയറക്ടർ NV കൃഷ്ണവാര്യർ ആയിരുന്നു. 1956 ഒക്ടോബർ 15 കേരള സാഹിത്യ അക്കാദമി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. 1956 ഒക്ടോബർ 15 1962 കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സ്ഥാപിതമായത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഭദ്രകാളി ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിനായി അവതരിപ്പിക്കുന്ന കലാരൂപം ഏതാണ്? ഭദ്രകാളി ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിനായി അവതരിപ്പിക്കുന്ന കലാരൂപം ഏതാണ്? ഓപ്ഷൻ സി ആണ്, പടയണിയാണ് കേട്ടോ, പടയണി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2025 ഫെബ്രുവരിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടി നടന്ന നഗരം ഏതാണ്? 2025 ഫെബ്രുവരിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടി നടന്ന നഗരം ഏതാണ്? പാരീസിലാണ് 2025 ഫെബ്രുവരിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടി നടന്നത്. നെക്സ്റ്റ്, മലയാളം ചോദ്യങ്ങളാണ്. ശരിയായ പദം തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നതിൽ ഐക്യകണ്ഠ്യേന എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതുന്നത്? ഓപ്ഷൻ ഡി ആണ്, ഐക്യകണ്ഠ്യേന. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സ് മലയാളം മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മലയാളത്തിൻ്റെ ഒരു 6-7 ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. PSC ഇതുവരെ ചോദിച്ച എല്ലാ മലയാളം ചോദ്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മലയാളം ഒരു 7 ക്ലാസ്സോളം നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ കാണാൻ പ്ലേലിസ്റ്റിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മലയാളം അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ചോദ്യങ്ങളും PSC ആവർത്തിച്ച ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. ഓരോ ക്ലാസ്സിലും 10-100 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ക്ലാസ്സുകൾ കാണാം കേട്ടോ. അതിൽ നിന്ന് തന്നെയാണ് മലയാളം കമ്പ്യൂട്ടറൊക്കെ കൂടുതലായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. അതിൽ നിന്ന് തന്നെയാണെന്ന് നമുക്ക് ചോദ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ നമുക്ക് എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ശരിയായ പദം അല്ലേ? ഐക്യകണ്ഠ്യേന എങ്ങനെയാണ് എഴുതുക? ഐക്യകണ്ഠ്യേന എന്നാണ് എഴുതുക അല്ലേ? ഐക്യകണ്ഠ്യേന എന്നാണ് എഴുതുന്നത്. നെക്സ്റ്റ്, ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നതിൽ ഏതാണ് ശരിയായ വാക്യം നോക്കാം. സാമുദായികവും സാംസ്കാരികവുമായ ഇടപെടലുകൾ എന്ന് പറഞ്ഞാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് എന്താണ്? സാമുദായികപരവും സാംസ്കാരികപരവുമായ ഇടപെടലുകൾ എന്നാണ് തന്നിരിക്കുന്നത്. നമുക്ക് ശരിയായിട്ടുള്ള ഏതാണ്? സാമുദായികവും സാംസ്കാരികവുമായ ഇടപെടലുകൾ എന്നാണ്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. പിപാസ വെള്ളം കുടിക്കാനുള്ള ആഗ്രഹമാണെന്ന് പറയുന്നുണ്ടല്ലോ. ശരിയാണല്ലോ അല്ലേ? പിപാസ നമുക്ക് കുറേ കണ്ട ക്വസ്റ്റ്യൻ ആണ്. പിപാസ എന്താണ്? വെള്ളം കുടിക്കുവാനുള്ള ആഗ്രഹത്തെയാണ് പറയുന്നത്. ജിജ്ഞാസ എന്ന് പറയുന്നത് എന്താണ്? അറിയുവാനുള്ള ആഗ്രഹമാണ് അല്ലേ? ജിജ്ഞാസ എന്ന് പറയുന്നത് എന്താണ്? അറിയുവാനുള്ള ആഗ്രഹമാണ്. അപ്പോൾ 1, 3 നമുക്ക് ശരിയായിട്ടുള്ള ആൻസർ എന്താണ്? പിപാസ വെള്ളം കുടിക്കുവാനുള്ള ആഗ്രഹം, ജിജ്ഞാസ അറിയുവാനുള്ള ആഗ്രഹം. നെക്സ്റ്റ്, താഴെ പറയുന്നതിൽ ജലത്തിൻ്റെ പര്യായമല്ലാത്തത് ഏതാ? ജലത്തിൻ്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? ഉദകം, സലിലം,
വാരി എന്നിവയൊക്കെ എന്താണ് ജലത്തിൻ്റെ പര്യായ പദങ്ങളാണ്. ഉദകം, സലിലം, വാരി എന്നിവ എന്താണ് ജലത്തിൻ്റെ പര്യായ പദങ്ങളാണ്. സിന്ധു എന്ന് പറയുന്നത് ജലത്തിൻ്റെ പര്യായ പദമല്ല. നെക്സ്റ്റ്, സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്ത്? സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? എന്താണ് ഏറ്റവും ആധുനികമായ എന്നാണ് വരുന്നത്. സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഏറ്റവും ആധുനികമായ. നെക്സ്റ്റ്, വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? എന്താണ്? പുരോഗതി ഇല്ലായ്മ. നെക്സ്റ്റ്, വിദ്യുത് ശക്തി എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണല്ലോ. വിദ്യുത് ശക്തി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ് വിദ്യുത് ശക്തി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? വിദ്യുത് പ്ലസ് ശക്തി അല്ലേ? വിദ്യുത് പ്ലസ് ശക്തി, വിദ്യുത് പ്ലസ് ശക്തി. നെക്സ്റ്റ്, എല്ലാ പദങ്ങളും ശരിയായ ഗണം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് അനുഗൃഹീതൻ. ഗീതഗോവിന്ദം അല്ലേ? ഗീതഗോവിന്ദം. യാദൃച്ഛികം ഏതാ? 2 ചാണല്ലേ ഇങ്ങനെ എഴുതിയിട്ട് ഓക്കെ ഒക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണോ യാദൃച്ഛികം. ദ്യക്ഷ്യം എന്ന് പറയുന്ന. അപ്പോൾ ഓപ്ഷൻ സി ആണ് അനുഗൃഹീതൻ, ഗീതഗോവിന്ദം. യാദൃച്ഛികം ആദൃക്ഷ്യം. നെക്സ്റ്റ്, ആഗമനം എന്ന പദത്തിൻ്റെ വിപരീതം എന്താണ്? ആഗമനം എന്ന പദത്തിൻ്റെ വിപരീതം എന്താണ്? നിർഗമനം. നെക്സ്റ്റ്, പ്രഭു എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം എന്താണ്? പ്രഭു എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം എന്താണ്? പ്രഭി എന്നാണ് അല്ലേ? പ്രഭി എന്നാണ്. അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.